നമസ്കാരം. നമുക്കുമറിയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാര്യ ഭർത്താവ് തമ്മിൽ എന്നും വഴക്കാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വഴക്കുകൾ പതിവാണ് എങ്കിൽ അതിന് ഒരു പരിഹാരമാണ് ഈ വീഡിയോ. അതുപോലെ നിങ്ങൾ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പുരുഷനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രേമിക്കുന്ന ആളാണോ? അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലേ? ഓൺ സൈഡ് പ്രേമമാണോ? അതുപോലെ തന്നെ മേൽ ഉദ്യോഗസ്ഥർ നിങ്ങൾ എന്ത് ചെയ്താലും മുഖം കറുപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ചീത്ത പറയുന്നുണ്ടോ? ബന്ധുമിത്രാദികളും മറ്റുള്ളവരും അയൽവക്കക്കാരും നിങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കും ഉള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആകർഷണ മന്ത്രമാണ്. ആകർഷണ മന്ത്രങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും അതിൽ ശക്തിയാർന്ന ഫലവത്തായ മന്ത്രമാണ് ഈ മന്ത്രം. പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചിരുന്ന മന്ത്രപ്രയോഗങ്ങളിലുള്ള ഒന്നാണ് ഈ ആകർഷണ മന്ത്രം എന്നത്. ഒരാളെ നമ്മളിൽ വശ്യമാക്കാൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തുവാൻ ഈ മന്ത്രത്തിന് സാധിക്കും എന്നതാണ്. മന്ത്രവിദ്യയിലെ ശാന്തി, വശ്യം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം, മാരണം എന്നറിയപ്പെടുന്ന ഷത്കർമ്മങ്ങളിൽ വശ്യത്തിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ആകർഷണം എന്നത്. വശ്യതന്യേ ഇതി ആകർഷണം എന്നാണ് പറയപ്പെടുന്നത്. വശ്യത്തെ പോലെ തന്നെ ആകർഷിക്കുന്നതും മന്ത്രജപം ജപിച്ച ഒരു വ്യക്തിയെ കാണുന്ന മറ്റ് ആളുകൾക്ക് നമ്മളിൽ ഇഷ്ടം അല്ലെങ്കിൽ ആകർഷണത്തിലൂടെ നമ്മളിൽ സ്വാധീനത്തിൽ ആവുക എന്നതാണ് ഈ മന്ത്രത്തിലൂടെ സാധിക്കുന്നത്. എത്ര വലിയ പിണക്കങ്ങളുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ശത്രുക്കൾ ആണെങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ പരസ്പരം ഇഷ്ടത്തിൽ ആവുന്നതാണ്. മറ്റൊരാളെ വശ്യത്തിലാക്കുന്നതിന് പണ്ടുകാലം മുതൽ ഉപയോഗിച്ചിരുന്ന മന്ത്രപ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പണ്ടുകാലത്ത് രാജാക്കന്മാർ, അതുപോലെ പ്രഭുക്കൾ, ഇവരെയൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടാനും അവരുടെ വാക്കുകൾ അനുസരിക്കാനും മറ്റുള്ളവരിൽ സ്വാധീനത്തിൽ ആവാനും പ്രയോഗിച്ചിരുന്ന മന്ത്രവിധികളിൽ ഉള്ളതാണ് ആകർഷണം എന്ന പ്രയോഗം. ഒരാളിനെ മന്ത്രസിദ്ധിയിലൂടെ തൻ്റെ സ്വാധീനത്തിലാക്കാൻ മന്ത്രസിദ്ധിയുള്ള സാധകന് കഴിയും എന്നതാണ് ആകർഷണ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പുരുഷനെ സ്ത്രീക്കും, സ്ത്രീക്ക് പുരുഷനെയും, അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരെ താൽപ്പര്യപ്പെടുത്താൻ സാധാ ജോലിക്കാർക്കും ഒരാളെ തന്നിലേക്ക് സ്വാധീനിക്കാനും ഈ ശക്തിയേറിയ ആകർഷണ മന്ത്രത്തിന് കഴിയും എന്നതാണ്. ഇപ്പോൾ ഈ മന്ത്രം ജപം പൂർത്തിയാക്കിയ ശേഷം ഒരാളെ നമ്മൾ സമീപിച്ചാൽ ആ വ്യക്തിക്ക് മാനസികമായി നമ്മളിൽ ഒരാകർഷണം ഉണ്ടാവും എന്നാണ് ആചാര്യന്മാർ മന്ത്രവിധികളിൽ കുറിച്ചിട്ടുള്ളത്. നമുക്ക് ചില ജോലികൾ നേടാനും അധികാരികളെ ഇഷ്ടപ്പെടുത്താനും ഈ മന്ത്രവിദ്യ പ്രയോഗിക്കുന്നു എന്നതാണ്. ഈ മന്ത്രം തുടർച്ചയായി 3 വെള്ളിയാഴ്ച രാത്രി 108 മന്ത്രം ജപിക്കാനുള്ള വശ്യദിക്കായ വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് വേണം ഈ മന്ത്രം ജപിക്കാൻ. അതുപോലെ മന്ത്രം ജപിക്കുമ്പോൾ നിലവിളക്ക് തെളിയിച്ച് പലകയിലോ അല്ലെങ്കിൽ പുൽപ്പായിലോ ഇരുന്ന് വേണം മന്ത്രം ജപിക്കാൻ. ഒരു കാരണവശാലും വെറും നിലത്തിരുന്ന് മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. മന്ത്രം ഇതാണ്: ഓം ഹ്രീം ക്ലീം സർവതോ വശ്യം വശ്യം ഗുരു ഗുരു ഹ്രീം ശ്രീം ക്ലീം
സർവവശ്യം സാധയ സാധയ സകലജന ആകർഷയ ആകർഷയ സർവം മേ വശ്യം ഗുരു ഗുരു ആകർഷയ ആകർഷയ സ്വാഹ. ഒന്നുകൂടെ ചൊല്ലാം. ഓം ഹ്രീം ക്ലീം സർവതോ വശ്യം വശ്യം ഗുരു ഗുരു ഹ്രീം ശ്രീം ക്ലീം സർവവശ്യം സാധയ സാധയ സകലജന ആകർഷയ ആകർഷയ സർവം മേ വശ്യം ഗുരു ഗുരു ആകർഷയ ആകർഷയ സ്വാഹ. ഓം ഹ്രീം ക്ലീം സർവതോ വശ്യം വശ്യം ഗുരു ഗുരു ഹ്രീം ശ്രീം ക്ലീം സർവവശ്യം സാധയ സാധയ സകലജനാകർഷയ ആകർഷയ സർവം മേ വശ്യം ഗുരു ഗുരു ആകർഷയ ആകർഷയ സ്വാഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം 108 തവണ ജപിച്ചതിന് ശേഷം, മന്ത്രം ജപിച്ച് തീർന്നതിന് ശേഷം ആരെയാണോ ആകർഷിക്കാൻ അല്ലെങ്കിൽ വശീകരിക്കണം എന്നത് അവരുടെ പേരും നാളും പറഞ്ഞ് ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലുക. ആഗ്രഹം സാധിക്കുന്നതാണ്. അപ്പോൾ മന്ത്രം ജപിക്കുമ്പോൾ നിലവിളക്ക് തെളിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സിന്ദൂരമോ കൺമഷിയോ ഭസ്മമോ അരികിൽ ഉണ്ടാവേണ്ടതാണ്. അതിൽ നോക്കി മന്ത്രം ജപിച്ച് അത് നമ്മളെ നെറുകയിൽ തൊട്ടുകൊണ്ട് നമ്മൾ ഓഫീസിലോ നമ്മൾ ആരെയാണോ കാണാൻ പോകുന്നത് നമ്മളിലേക്ക് വശീകരിക്കാൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ ഉള്ളത് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ കൺമഷിയോ സിന്ദൂരമോ ഭസ്മമോ നമ്മുടെ നെറുകയിൽ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ മുഖത്ത് നോക്കിയാൽ ആകർഷണം ഉറപ്പാണ്. അതുപോലെ എല്ലാവർക്കും നമ്മളിലൊരു ആകർഷണം ഉണ്ടാവും എന്നതാണ്. ഇതുപോലെ ഈ വിധിയിൽ തന്നെ വേറെ ഒന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ ജലം വെച്ച് ആ ജലത്തിൽ നോക്കി മന്ത്രം ജപിച്ച് നമ്മൾ വിരൽ കൊണ്ട് ആ ജലത്തിൽ തൊട്ട് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ, മന്ത്രം ജപിച്ചതിന് ശേഷം ആ ജലം കൊണ്ട് മുഖം കഴുകിയാൽ ആകർഷണം ഉണ്ടാവും എന്നതാണ്. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്നു. അപ്പോൾ ഈ മന്ത്രം 21 തവണ ജലത്തിൽ തൊട്ട് മന്ത്രം ജപിച്ച് ആ ജലം കൊണ്ട് നമ്മൾ മുഖം കഴുകിച്ചെന്നാൽ നമ്മൾ പോകുന്ന കാര്യം സാധിക്കും എന്നതാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരിക്കരുത്. പുൽപ്പായോ അല്ലെങ്കിൽ മരപ്പലകയോ ഇട്ട് അതിൻ്റെ പുറത്ത് ഇരുന്ന് വേണം മന്ത്രം ജപിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.